എടി നീ എൻ്റെ വാങ്ങിയ പൈസക്ക് വല്ല കണക്കുണ്ട്? അതെ, എല്ലാം കൂടി ചേർത്താൽ നല്ലൊരു എമൗണ്ട് എണ്ണം പോലെ നീ ഇതൊക്കെ തിരിച്ചു തരിക. അപ്പോഴേക്കും പിണങ്ങിയ സങ്കടമായിടി നിനക്ക്? അയ്യേ ഇടി പെണ്ണ, ഞാനൊരു തമാശ പറഞ്ഞായിരുന്നു. തമാശയാണെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ എന്നും നിനക്കൊരു കടക്കാരിയല്ലേ എല്ലാ അർത്ഥത്തിലും. എൻ്റെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടായിട്ടോ, എനിക്ക് ചിലവുകളില്ലാഞ്ഞിട്ടല്ല ഞാൻ നിന്നെ ഇങ്ങനെ സഹായിക്കുന്നത്. നിന്റെ അവസ്ഥ എനിക്കറിയായിരുന്നു. എന്നെ കൊണ്ട് ആവുന്ന പോലെ നിന്നെ സഹായിക്കും. ഒന്നും നീ എനിക്ക് തിരിച്ചു തരണ്ട, കാരണം നീ എനിക്കൊരു കൂട്ടുകാരി മാത്രമല്ല, എനിക്കില്ലാതെ പോയ എൻ്റെ കൂടപ്പിറപ്പാ. എന്താണ് രാജു പെട്ടെന്ന് നാട്ടിൽ പോയത്? കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മൾ പോകേണ്ടി വരുമോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നീതുവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. നിങ്ങൾ രണ്ടാളും ഒരക്ഷരം കാര്യങ്ങൾ പറയാമെന്ന് കുറേ ആയാലോ, ഒരു കാര്യം പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇന്ന് ഞാൻ പറയും, എനിക്ക് പറഞ്ഞേ പറ്റൂ. ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്, അത്രമാണ്. അതൊന്ന് മാറാൻ ഇനി എൻ്റെ കൂടെ ഒന്ന് നിന്നാൽ ഓക്കെ ആണോ? എത്ര നേരമാണ് ഇരിക്കുന്നു, ഓള് വരുമോ? ഇത് വല്ലാത്തൊരു ഇടങ്ങാറായിപ്പോല്ലോ. ഓളെന്താ വരുന്ന? പിന്നെ കുഞ്ഞാര മോനെ കാണാൻ പോണാന്ന് പറഞ്ഞ കിട്ടിയ ചാൻസ് കളിയില്ലേ? എന്തായിട്ട് ഇരുപത്. എൻ്റെ പേര് ശരത്ത്, ജോലി മെക്കാനിക്കാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് നീതുവിന് ഇഷ്ടം കേട്ടോ. എനിക്കിഷ്ടല്ല കേട്ടോ. എന്താണ് അവള് പറഞ്ഞേ? അവർക്ക് ഇഷ്ടമല്ല. ചാടി അവിടെ പെണ്ണിന് അങ്ങോട്ട് വിട്ടാള്. ഈ നാട്ടിൽ എത്ര പെൺകുട്ടികളുണ്ടോ, എവിടുന്ന് കിട്ടിക്കോളെ? നാട്ടിൽ പല പെൺകുട്ടികളും കാണും, പക്ഷെ എൻ്റെ മനസ്സിൽ ഇവിടെ മനസ്സിലല്ലതാ. നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരു കുറവും കാണില്ലല്ലോ. നല്ല ചങ്ങയെ, ഓൾക്കിനി കണ്ണിന് വല്ല കാഴ്ചക്കുറവുണ്ടോ? വല്ലാത്തൊരു ഇടങ്ങാറായി പോയല്ലോ. ഈ പെൺകുട്ടികൾക്ക് ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യാ? ഇല്ല മോനെ, ഓൾക്കിനി ഇഷ്ടമല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഓളെ പിറകെ കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്താണടി എത്ര നേരം ഞാൻ എന്തെങ്കിലും ലേറ്റ് ആവണേ?
എടി നേരം വൈകിയ കാര്യം എന്താന്ന് നീ പറഞ്ഞില്ല കേട്ടോ. എന്താ കാര്യം പറയും? എന്ത് പറയാനാടി? എന്ത് കാര്യം? എടി ഇന്ന് രാവിലെ നേരം വൈകിയ പറയാൻ നീ പറഞ്ഞില്ല, അതന്നെ. ഓ അതോ, അത് രാവിലെ തന്നെ ഒരു നരമ്പുരോഗി വെറുതെ ചോറിയാൻ വന്നത്. എന്താടി അങ്ങനെ കയറി പിടിച്ചോ? എന്നാ പിന്നെ അവൻ ഇവരറിയും. പിന്നെ എന്താടി കാര്യം അതാ? ഒന്നുമില്ല മോളെ, നീ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ നോക്ക്. കുറെ പണിയുണ്ട് അവിടെ. എടി ഞാൻ ഇറങ്ങേണ്ടി വരുമോ? പണി പാളോ? ഒന്നും വേണ്ടി വരില്ല മോളെ, നമുക്ക് എവിടുന്ന അതിനൊക്കെ സമയം. എന്താ കൃഷ്ണേട്ടാ നേരെ എത്ര ഇവിടെ നിക്കണ്? എടാ ഈ ഒരാളല്ലേ 10 മിനിറ്റ് വൈകി ആൾക്ക് കുഴപ്പമില്ല, അതുപോലെയാണ് പെൺകുട്ടി. സാരില്ലേ കൃഷ്ണേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഒരുക്ക് കൊടുത്തോളി. കഴിഞ്ഞ മോളെ, വേറെന്താ വേണ്ടേ? വേണ്ട, ഇത് മതി. കൃഷ്ണേട്ടാ ഇതും കൂടി എഴുതിയേക്കണേ. ആ ഇതൊക്കെ എന്താ വേണ്ടേ? കടം വാങ്ങുന്നവർക്കും പെണ്ണുങ്ങൾക്കാണ് ഇവിടെ മുൻഗണന. പൈസ ഒന്ന് വാങ്ങുന്നവർക്ക് ഇവിടെ ഒരു വിലയില്ല. കഷ്ടം. നേരെ സന്ധ്യയായാലേ ഇവിടെ വരുന്ന പെണ്ണുങ്ങൾക്ക് തന്നെയാ മുൻഗണന. കാരണം എനിക്കുണ്ട് വീട്ടിലെ അമ്മയും പെങ്ങന്മാരൊക്കെ. അതിനെ മറ്റേ അസുരന് കാണുന്ന എന്നോടൊന്നും മറുപടി പറഞ്ഞിട്ട് കാര്യമില്ലടോ. പോട്ടെ കൃഷ്ണേട്ടാ, മോൻ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞാൽ നിങ്ങളതിന് മറുപടി അറിയാൻ പോകണം. വിവരക്കടോ? എന്ത് വിവരക്കട്? അതൊക്കെ ഒന്ന് പുറത്ത് പറഞ്ഞാൽ മതി, നിന്റെ വീടിൽ നടക്കൂല. അതൊക്കെ വെക്കാതെ കൃഷ്ണേട്ടാ, നിങ്ങളെ കാര്യം എനിക്ക് എടുക്കണം ഭയങ്കര. ഒന്നും പറയണ്ടേ ചേച്ചി, കമ്പനിയിൽ നല്ല തിരക്കാ. സീസൺ അല്ലേ. ഇപ്പോൾ ഓണം പെരുന്നാളൊന്നും മറന്നൊന്നുമില്ല, അല്ലാതെ തന്നെ എല്ലാവർക്കും നല്ല തിരക്കാണ്. ഇന്നലെ ആ പതിരം വന്ന് എന്തെല്ലാം വെള്ളം വെച്ചെന്ന് കേട്ടല്ലോ, എന്താ പ്രശ്നം? അത് കുറെ കാലം മുമ്പ് അച്ഛനെ അയാളെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങി മാത്രം. ഞങ്ങളിപ്പോൾ എവിടെ നിന്നെടുത്ത് കൊടുക്കാനാ ചേച്ചി? ചേച്ചിക്ക് അറിയാലോ, ജീവിച്ചു പോകുന്നതന്നെ ഒരു കണക്കിന്. എല്ലാ കാര്യവും എല്ലാവർക്കും അറിയാം മോളെ. രാഘവട്ടം കണ്ണു പോയോണ്ടാ മോളെ കുടുംബത്തിൻ്റെ നട്ടലൊരുങ്ങി. ബേജാറാകണ്ട മോളെ, ഒക്കെ ശരിയാവും. കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ കണ്ണാ, കണ്ണെന്തിനാ കണ്ണാ, കണ്ണെന്തിനാ. കണ്ണെന്തിനാ കണ്ണാ, കണ്ണെന്തിനാ കണ്ണാ, കണ്ണെന്തിനാ. കണ്ണനെ കേൾക്കാന കാതിന്തിനാ കണ്ണാ, കാതിന്തിനാ. കണ്ണനെ കൂപ്പാത്ത കയ്യെന്തിനാ കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ കണ്ണാ, കണ്ണെന്തിനാ കണ്ണാ, കണ്ണെന്തിനാ. കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ കണ്ണാ, കണ്ണെന്തിനാ കണ്ണാ, കാണാത്ത കണ്ണെന്തിനാ കണ്ണാ, കണ്ണെന്തിനാ. മുഖം വല്ലാണ്ടിരിക്കുന്നത്. ഒന്നുമില്ല ചേച്ചി, ഞാൻ ഓരോ ഓർത്തിരുന്നു പോയതാ. ഓർമ്മിക്കാൻ നല്ലത് എന്താണ് മോളെ നമുക്കുള്ളത്?
ഇന്നോ നാളെയോ എന്ന് പറഞ്ഞെടുക്കുന്ന അച്ഛൻ. എന്ത് പ്രസവിച്ച മക്കളെ പോലും ഓർമ്മയില്ലാത്ത അമ്മ. ചെറുപ്പം മുതലേ നമ്മളിതൊക്കെ കാണുന്നതല്ലേ, ഇപ്പൊ ഇതൊക്കെ ശീലമായി, ജീവിതത്തിന്റെ ഒരു ഭാഗമായി. മോള് പോയി കുടിച്ചിട്ട് വാ, എന്തെങ്കിലും കഴിക്കണ്ടേ? എന്നാലും ചേച്ചി, ഏട്ടൻ ചേച്ചിയോടെങ്കിലും ഒരു ചതി ചെയ്യുന്നു എന്നിട്ട് പോലും ഞാൻ കരുതി. ഏട്ടൻ ആ വാക്കിന് വേണ്ടി പോരുത്. എന്റെ കാലനാണെന്ന് അറിയും, എന്റെ ജീവിതം തകർത്ത ദ്രോഹി. എന്റെ മോളെ ഓർത്ത് മാത്രം ഞാൻ അവളെ കൊല്ലാത്ത, അല്ലെങ്കിൽ ഞാൻ എന്നെ തീർത്തത്. ചേച്ചി, എനിക്ക് എന്ത് കുറവുണ്ടായിട്ട് ആ മറ്റു പെണ്ണുങ്ങളെ തേടിപ്പോയത്? അല്ലെങ്കിൽ എനിക്കില്ലാത്ത എന്താ അവർക്കുള്ളത്? ചേച്ചി, എല്ലാം കണ്ടുകൊണ്ട് ദൈവം ഒരാളില്ലേ ചേച്ചി, ചേച്ചിയുടെ കടിയിരുന്ന് അയാൾ സമാധാനം പറയേണ്ടി വരും. അമ്മേ, വിശക്കുണ്ടമ്മേ. അമ്മ എന്താ ആലോചിച്ചിരിക്കുന്നത്? ഭക്ഷണം കഴിക്കണ്ടേ? കിടക്കണ്ടേ? അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, എനിക്കൊക്കെ മനസ്സ് പതറും, അതല്ലാതെ അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല. എന്നാലും എൻ്റെ മക്കളെ ഒരു വിധി. അച്ഛനാണെങ്കിൽ അങ്ങനെ, അമ്മയാണെങ്കിൽ ഭ്രാന്തി. അമ്മേ, കടത്താൻ വന്നിരിക്കുന്നു, എന്നിട്ട് പോടിയാത്ത്. അമ്മയ്ക്ക് മാറ്റങ്ങൾ വരുന്നത് പെട്ടെന്നാണല്ലേ ചേച്ചി? സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് അസുഖം മാറില്ലേ ചേച്ചി? ഇനി എന്ന് മാറാനാ മോളെ? കാലം എത്രയായി? നമ്മളെ ഏട്ടൻ മരിച്ചപ്പോ മുതലേ അമ്മയ്ക്ക് ഇങ്ങനെ. മോളെ നീതോ? അച്ഛൻ വിളിക്കണ്ട്, നീ അങ്ങോട്ട് ചെല്ല്. വന്നിട്ട് അച്ഛൻ നിന്നെ കണ്ടില്ലല്ലോ, നീ അങ്ങോട്ട് ചെല്ല്. അച്ഛാ, എന്റെ മോള് വന്നോ? പുറത്തു പോയി വരുന്ന സമയം കഴിഞ്ഞാല് അച്ഛന് പേടിയാ മോളെ. എന്തിനാ അച്ഛാ പേടിക്കുന്നത്? ഒരച്ഛന്റെ വേദന നിങ്ങൾക്കറിയാത്തോണ്ടാ മക്കളെ. പേരിന് മാത്രം അച്ഛൻ അല്ലേ മോളെ?
എല്ലാം ശരിയാവും അച്ഛൻ. അച്ഛൻ എണീറ്റ് നടക്കും. ഞാൻ നടത്തും അച്ഛനെ. ഇത് തന്നെയാ നിന്റെ ചേച്ചിയും പറയാറ് മോളെ. ഒരു തമാശ കേൾക്കുന്നത് പോലെ ഞാനത് കേൾക്കും. അച്ഛൻ പനിച്ച് കിടക്കല്ല മോളെ, ശരീരം മൊത്തം തളർന്ന് കിടക്കല്ലേ. അച്ഛാ എന്താ അച്ഛനും മോളും കൂടെ ഒരു ചിരിയും കളിയും? അച്ഛനെ ഞാൻ നടത്തിക്കുന്നു പറയായിരുന്നു ചേച്ചി. അത് കേട്ടപ്പോ അച്ഛന്റെ ഒരു തമാശ. അത് ഞാൻ എന്നും പറയും അച്ഛനോട്. ഒരു ദിവസം അച്ഛൻ എണീറ്റ് നടക്കുന്നു. അങ്ങനെ സംഭവിച്ച എൻ്റെ മക്കളെ സ്ഥാനം ദൈവങ്ങൾക്കിടയിലാ. അച്ഛാ അച്ഛാ അച്ഛന് ചോറ് കൊണ്ട് തരട്ടെ? നേരം കുറെ ആയില്ലേ. നിന്നെ ഒന്ന് കണ്ടാ മതി എന്നായിരുന്നു. സത്യം പറഞ്ഞ ഇപ്പം വിശക്കുന്നുണ്ട് അച്ഛൻ. ഞാൻ കൊടുത്തോളാം മോളെ അച്ഛന് ചോറ്. നീ പോയി കഴിച്ച് കിടക്കാൻ നോക്ക്. മോള് പോയി. എൻ്റെ ദേഹത്ത് കൈവച്ചത് തടിയൻ. അതാരാണെന്ന് അന്വേഷിക്കും. അത്രയും തല്ല് വാങ്ങിയിട്ടില്ല, കൊടുത്തിട്ടേ ഉള്ളൂ.